ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ കേരള ഹിസ്റ്ററി ക്ലാസ്സസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരുടെ കാര്യം ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിലെ നാലാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാർ വന്നു, അവിടെ എന്ത് പ്രോബ്ലം ഉണ്ടായി, സാമൂതിരിയായിട്ട് എന്താ ഇഷ്യൂ ഉണ്ടായിരുന്നത് എന്ന കാര്യമെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പോർച്ചുഗീസ് വൈസ്രോയ്മാരും പോർച്ചുഗീസുകാർ ഡൗൺ ആവണം, അവരൊന്നും എന്ത് ചെയ്യണം, അവര് ഇവിടുന്ന് പോകണം, എന്നിട്ട് ഡച്ചുകാർ വരണമല്ലോ. അപ്പൊ ആ ഒരു കഥയൊക്കെയാണ്, എങ്ങനെ ആ ഒരു ഡൗൺ ആയിട്ടുള്ള കഥയും പോർച്ചുഗീസിലെ പ്രധാനപ്പെട്ട വൈസ്രോയ്മാരുടെ കാര്യമാണ് നമ്മളത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എന്റെ പേര് കിരൺ. @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്നൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ PPTയും PDF എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? പോകാം. അപ്പൊ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട്. സോ അത് എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ടല്ലോ, ഓർമ്മിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നാലാമത്തെ ക്ലാസ് ആണ്. നമ്മളൊരു സ്റ്റോറി ആയിട്ടാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എന്താ പറയാ വീഡിയോസ് നന്നായിട്ട് കാണുക. എന്നിട്ട് അത് എന്താ നമ്മുടെ ഈ ഇതേ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. മാക്സിമം ഡൗട്ട് ചോദിക്കുക, കൺസെപ്റ്റ് നന്നായി ക്ലിയർ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എങ്കിൽ വൺസ് അഗെയിൻ @കിരൺ PSC സ്റ്റഡി സർക്കിൾ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനലാണ്. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ടെലഗ്രാം ചാനലാണ്. ഓക്കെ, ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്താ PPT PDF എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് പോർച്ചുഗീസുകാരിൽ ഒരുപാട് വൈസ്രോയ് ഉണ്ട്. പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട വൈസ്രോയ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട കാര്യമായിട്ടുള്ളത്. ആ വൈസ്രോയ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ആളുടെ പേര് വാസ്കോഡ ഗാമ. അപ്പൊ വാസ്കോഡ ഗാമയാണല്ലോ ആദ്യമായിട്ട് എന്താ പറയാ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പോർച്ചുഗീസിന്റെ ഭാഗമായിട്ട്. എങ്കിൽ ആദ്യ സന്ദർശനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു 3 മാസമാണ് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ പുള്ളി കോഴിക്കോട് പോയപ്പോ സാമൂതിരി എന്ത് പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ഓക്കെ, നിന്റെ പരിപാടി ഇവിടെ നടക്കില്ല. അപ്പൊ പുള്ളി നേരെ എവിടേക്ക് പോയി, കണ്ണൂരിലേക്ക് പോയി. അതെല്ലാം നമ്മൾ നോക്കിയതായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ വാസ്കോഡ ഗാമ ആ സന്ദർശനത്തിൽ എന്ത് ചെയ്തു, ആക്ച്വലി 3 മാസമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. 1502 അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു, കേരളത്തോട്ട് വന്നു. അത് നമുക്കറിയാം, ഇവിടെ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും ഇവിടെ 1502 കേരളത്തിലേക്ക് വരുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. 1524 ഇവ കേരളത്തിൽ വീണ്ടും ഇഷ്യൂ ആണ്. ഓക്കെ, പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. എങ്കിൽ ഈ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് സോൾവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇതിലെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വാസ്കോഡ ഗാമയെ തന്നെ എന്ത് ചെയ്തു, രാജാവ് അയച്ചു. അപ്പൊ ഇപ്രാവശ്യം അദ്ദേഹത്തെ അയച്ചത് വൈസ്രോയ് ആയിട്ടാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വന്ന ഗാമ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്ത്, തട്ടിപ്പോയി. ഓക്കെ, അതാണ് പുള്ളിയുടെ മൂന്നാമത്തെയും അവസാനത്തെയും തവണ എന്താ കേരളത്തിലേക്ക് വരുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റിയില്ല. പുള്ളി എന്ത് ചെയ്തു, ഇവിടെ മരിക്കുകയും ചെയ്തു. അപ്പോ കേരളം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു രണ്ടാമത്തെ വീട് പോലെയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താ, എന്നെ ഇവിടെ സംസ്കരിച്ചാൽ മതി. അങ്ങനെ 1524 ഡിസംബർ 24 അദ്ദേഹം എന്ത് ചെയ്തു, കൊച്ചിയിൽ വെച്ചാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിൽ തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, സംസ്കരിക്കുകയും ചെയ്തു. എങ്കിൽ വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വന്നത് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഫസ്റ്റ്, ഓക്കെ, സോറി, എന്താ പറയാ, അതായത് 3 പ്രാവശ്യം. കറക്റ്റ്. ആദ്യം വന്നത് 1498, രണ്ടാമത്തെ 1502, മൂന്നാമത്തെയും അവസാനത്തെയും 1524. ഈ 2 പ്രാവശ്യം 1502-ലും 1524-ലും കേരളത്തിലേക്ക് വരാനുള്ള കാരണം എന്താ? പോർച്ചുഗീസും സാമൂതിരിയും തമ്മിലുള്ള പ്രശ്നം എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അതിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 പ്രാവശ്യം സോൾവ് ചെയ്യാൻ പറ്റിയോ? ഇല്ല. 1502-ൽ സോൾവ് ചെയ്യാൻ പറ്റിയില്ല. 1524 സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തട്ടിപ്പോവുകയും ചെയ്തു. ഓക്കെ, എപ്പോഴാണ് മരിച്ചു പോയത്? 1524 ഡിസംബർ 24 എന്ത് ചെയ്തു, അദ്ദേഹം കൊച്ചിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പൊ കൊച്ചിയിൽ സെന്റ് ഫ്രാൻസിസ് പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് അദ്ദേഹത്തിന് മൃതദേഹം എന്ത് ചെയ്തത്, ആദ്യം സൂക്ഷിച്ചത്. പിന്നീട് അതിനെ ലിസ്ബണിലുള്ള ജെറോണിമസ് കത്തീഡ്രലിലേക്ക് എന്ത് ചെയ്തു, മാറ്റി. എന്തൊക്കെ പറഞ്ഞാലും വാസ്കോഡ ഗാമ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം ഹീറോ അല്ലേ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. അത് കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം പിന്നീട് എന്ത് ചെയ്തു, ലിസ്ബണിലെ ജെറോമിനസ് കത്തീഡ്രലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി. അപ്പൊ നമുക്ക് ഈ പള്ളിയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഈ പള്ളിയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് പോർച്ചുഗീസ് മോഡലാണ്, യൂറോപ്യൻ മാതൃകയിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് യൂറോപ്യൻ മാതൃക കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ വിഭാഗങ്ങളാണ് എന്ത്, പോർച്ചുഗീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പള്ളികളും എന്താ, അത് ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും എല്ലാ, ഇനി അമ്പലങ്ങളിൽ വരെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ഇഫക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ലിസ്ബണിലെ ജെറോമിനമസ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. നിങ്ങൾ പോർച്ചുഗീസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സെന്റർ ആണ് ഈ ജെറോണിമസ് കത്തീഡ്രൽ എന്ന് പറയുന്ന സ്ഥലം. ഇതിന്റെ ഉള്ളിലെ വാസ്തുശില്പങ്ങളും പിന്നെ എന്താ, അവിടെയുള്ള പെയിന്റിങ്സും എല്ലാം വളരെ പ്രശസ്തമാണ്. വാസ്കോഡ ഗാമയെ അവിടെ ആദരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ എന്താ പ്രതിമയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കത്തീഡ്രലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യം രണ്ടല്ലേ. എങ്കിൽ വാസ്കോഡ ഗാമയുടെ പേരിൽ ഒരു സ്ഥലമുണ്ട്. വാസ്കോഡ ഗാമ എന്ന് തന്നെയാണ് സ്ഥലത്തിന്റെ പേര്. ആ സ്ഥലം ഉള്ളത് ഗോവയിലാണ്. ഓക്കെ, അപ്പോ കിങ് മാനുവൽ രാജാവ്, ഈ പുള്ളിയല്ല ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഇദ്ദേഹം വാസ്കോ ഡ ഗാമയെ വിളിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അഡ്മിറൽ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അഡ്മിറൽ ആളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന ആളുടെ പേരാണ് വാസ്കോ ഡ ഗാമ. ഈ വാസ്കോ ഡ ഗാമ ഈ പര്യവേഷണമൊക്കെ ചെയ്യണമല്ലോ, ഈ പരിപാടിയൊക്കെ ചെയ്യണമല്ലോ. ഈ സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നാവികരിൽ ഒരാളുടെ പേരാണ് അൽവാരോ വെൽഹോ. ഓക്കെ, എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ലാസ്റ്റ് പറഞ്ഞ പേര് സാർ കേട്ടില്ല, അൽവാരോ വെൽഹോ എന്നല്ലേ. അപ്പൊ വാസ്കോ ഡ ഗാമയുടെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിനും ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണം അവസാനിച്ചതിനും എത്ര വർഷങ്ങളുടെ ഇടവേളയുണ്ട്? ഓക്കെ, ചുമ്മാ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, ഇപ്പോഴും സിമ്പിൾ ആണ്. കാരണം വാസ്കോ ഡ ഗാമ വന്നത് 1498, പോർച്ചുഗീസ് ഭരണം അവസാനിച്ചത് ഗോവയില് 1961 ഓപ്പറേഷൻ വിജയിലൂടെ. അങ്ങനെയെങ്കിൽ 1498 മൈനസ് 1961 അല്ലെങ്കിൽ 1961 മൈനസ് 1498 ഞങ്ങൾ കിട്ടുന്നതായിരിക്കും 463. 463 വർഷമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ പോർച്ചുഗീസുകാര് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ മുഴുവനല്ല, ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, വാസ്കോ ഡ ഗാമ രണ്ടാമതും ഇന്ത്യ സന്ദർശിച്ചത് എപ്പോഴാണ്? 1502. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 3 പ്രാവശ്യം. മൂന്നാമത്തെ എപ്പോഴായിരുന്നു? 1524. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസുകാരുടെ പേരെന്താ? പെഡ്രോ അൽവാരിസ് കബ്രാൾ. എപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്? 1500 എത്തിയത്. കഴിഞ്ഞ ക്ലാസ് നോക്കിയല്ലേ. ഓക്കെ, വാസ്കോ ഡ ഗാമ മൂന്നാം തവണ ഇന്ത്യ സന്ദർശിച്ചത് എപ്പോഴാ? 1524. കേരളത്തിലെ ഏത് പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തത്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തിരിക്കുന്നത്. എങ്കിൽ എന്റെ ചോദ്യം, പിന്നീട് അത് എങ്ങോട്ട് മാറ്റി? ലിസ്ബണിലുള്ള ജെറോണിമസ് കത്തീഡ്രലിലേക്ക് മാറ്റി. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? അതെ. എങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വൈസ്രോയുടെ പേരാണ് ഫ്രാൻസിസ്കോ ഡി അൽമഡ. രണ്ടാമത്തെ വൈസ്രോയ് എന്നല്ല, ഒന്നാമത്തെ പ്രധാനപ്പെട്ട വൈസ്രോയ് ആണ് ആര്? വാസ്കോ ഡ ഗാമ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വൈസ്രോയ് ആണ് ഫ്രാൻസിസ്കോ ഡി അൽമഡ. ഓക്കെ, 1505 മുതൽ 1509 വരെ, 1505 മുതൽ 1509 വരെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പോർച്ചുഗീസുകാരുടെ കാര്യമെല്ലാം നോക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ 1505 ഫ്രാൻസിസ്കോ അൽമഡയെ കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ എന്താണ് സാർ ഈ കിഴക്കൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇംഗ്ലീഷിൽ ഇതിനെ ഈസ്റ്റ് ഇന്ത്യ എന്ന് വിളിക്കുന്നതായിരിക്കും. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇപ്പോ നിങ്ങൾക്ക് ഈസ്റ്റ് ഇന്ത്യ എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് അറിയാം. ഈസ്റ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ അല്ല, ഇന്ത്യൻ ഓഷ്യന്റെ ഈസ്റ്റിലുള്ള സ്ഥലങ്ങൾ. ഏതൊക്കെയാണ് ഇന്ത്യൻ ഓഷ്യന്റെ കിഴക്കുള്ള സ്ഥലങ്ങൾ? ജാവ, സുമാത്ര, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളാണ് എന്താ ഈ കിഴക്കൻ ഇന്ത്യയിൽ വരുന്നത്. എന്താ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത? ഇവിടെ നിന്നെല്ലാം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് സ്പൈസസ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ. ഇതിനു വേണ്ടിയല്ല ആദ്യം അവർ വരുന്നത്. അപ്പൊ അവർക്ക് കേരളം മാത്രം പോരാ, ഈ ഏഷ്യ എന്നുള്ള എല്ലാ സുഗന്ധ വ്യഞ്ജനവും എന്ത് ചെയ്യണം? അവർക്ക് വേണം. അതിനു വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ സിസ്റ്റത്തിന്റെ പേരാണ് ഈസ്റ്റ് ഇന്ത്യ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, കമ്പനിയുടെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ്. അവർക്ക് വേണ്ടത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ കമ്പനി ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ പേരിട്ടിരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എന്നാണ്. അപ്പൊ ഇന്ത്യൻ ഓഷ്യന്റെ എന്താ ഈസ്റ്റുള്ള ഭാഗത്തെയാണ് അവർ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യത്തെ വൈസ്രോയ് ആയിട്ട് ആര് മാറി? ഫ്രാൻസിസ്കോ ഡി അൽമഡ മാറി. അങ്ങനെ വൈസ്രോയിനെ കിട്ടി. ഓക്കെ, വൈസ്രോയ് ആക്കി ഇദ്ദേഹത്തോട് പോർച്ചുഗീസുകാർ പറഞ്ഞു, പോർച്ചുഗീസ് രാജാവ് പറഞ്ഞു 2 കാര്യം. കാര്യം നമ്പർ 1 എന്താ? മുസ്ലിം വ്യാപാരത്തെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. എന്തിനാ സാറേ മുസ്ലിം വ്യാപാരത്തെ നശിപ്പിക്കേണ്ട? സംഭവം എന്താ? അതായത് ഈ മുസ്ലിം വ്യാപാരം കൊണ്ടാണ് എന്താ ഈ കഥയൊക്കെ ഉണ്ടാവുന്നത്. മിണ്ടാതിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ കൊണ്ടുപോയി സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ പിടിച്ചടക്കിയതും, ഇനി മുതൽ സ്പൈസസ് തരണമെങ്കിൽ എന്താ, ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇസ്ലാമിലേക്ക് മാറുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന വില തരിക എന്ന് പറഞ്ഞ സിസ്റ്റം കാരണമാണ് ഈ പരിപാടി എല്ലാം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഹിസ്റ്ററിയേ ഇല്ല. അപ്പൊ അവർക്ക് എന്താ, ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളെ കണ്ടാൻ തീയില്ല, അപ്പ പറ്റില്ല, അപ്പ ഇഷ്യൂ ആണ്. ഈ രണ്ടാമത്തെ അവരെന്താ, ഈ മുസ്ലിം വ്യാപാരം എന്ത് ചെയ്യുക? നശിപ്പിക്കുക. രണ്ടാമത്തെ ഇതെന്താ, ഈ ഇന്ത്യയില്, അതായത് ഈസ്റ്റ് ഇന്ത്യയില്, ഇന്ത്യൻ ഓഷ്യനില് ആരായിരിക്കണം? പോർച്ചുഗീസ് ആയിരിക്കണം. എന്താ സാറേ പോർച്ചുഗീസ് ആയിരിക്കണം? വേറെ ആരാ വരിക? ഡച്ചുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, നെതർലാൻഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇങ്ങോട്ട് വരരുത്. സാറ് പറഞ്ഞ മനസ്സിലായില്ലല്ലോ എന്റെ മക്കളെ. 1498 വാസ്കോ ഡ ഗാമ വന്നതിന് ശേഷം ഇനി ഡച്ചുകാർ കേരളത്തിലോട്ട് വരാൻ പോകുന്നത് 1602 അല്ലെങ്കിൽ 1605 സമയത്തല്ലേ? ഓക്കെ, എങ്കില് ഈ 1498 1605 തമ്മിൽ, 1600 തമ്മിൽ എന്താ, എത്ര വർഷത്തെ ഡിഫറൻസ് ഉണ്ട്? ഒരു 100 വർഷം മെയിൻ ഡിഫറൻസ് ഇല്ലേ? ഈ 100 വർഷം ഒരാളും എന്താ ഇന്ത്യൻ മഹാസമുദ്രം കടന്നിട്ട് കേരളത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു പ്രവർത്തനത്തിന്റെ ഒരു ഗംഭീരമായ സംവിധാനം ഉണ്ടാവുമല്ലോ. ആ സംവിധാനത്തിന്റെ പേരാണ് നീല ജലനയം.
അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നീലജലം. എവിടെ നീലജലം ഉണ്ടാവുക സാർ? എല്ലാ വെള്ളവും നീലയായിട്ടാണ് കാണുക. എന്നാലും പ്രധാനമായിട്ട് സമുദ്രത്തിലല്ലേ നീലജലം നമുക്ക് വളരെ ഘോരഘോരം കാണാൻ പറ്റുന്നത്? അതെ. എങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം എന്ന് വെച്ചാൽ എന്താ? പോർച്ചുഗീസുകാരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തികളാക്കുക. അപ്പൊ ഫ്രാൻസിസ്കോ ഡി ആൽമയുടെ കീഴിൽ അവർക്ക് വർക്ക് കിട്ടിയില്ലേ? വർക്ക് പ്രൊഫൈൽ കിട്ടി. ഒരു പണി കൊടുത്തു, പോസ്റ്റ് കൊടുത്തു വയസ്ലോയുടെ കീഴിൽ അവർക്ക് എന്ത് കിട്ടി? വർക്ക് പ്രൊഫൈൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് അതിനുവേണ്ടി എന്ത് ചെയ്തു? നീലജല നയം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആൽമയുടെ ലക്ഷ്യം എന്ത് ചെയ്യണം? സക്സസ് ആക്കണം. അപ്പൊ ജലനയത്തില് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സിസ്റ്റത്തിന്റെ പേരാണ് കാർട്ടസ് സിസ്റ്റം. കാർട്ടസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16-ാം നൂറ്റാണ്ടില് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500-കളില്. അതെങ്ങനെ സാർ ഒരെണ്ണം കുറയുക? ഇപ്പൊ 21-ാം നൂറ്റാണ്ടല്ലേ, 2026 എന്നല്ലേ പറയുന്നത്? അങ്ങനെയെങ്കിൽ ഒരു ഡിഫറൻസ് അവിടെ ഇല്ലേ? അപ്പൊ ഒന്നപ്പോഴും എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 19-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800, 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1900, 1900 അങ്ങനെ വരുന്നതായിരിക്കും. അപ്പൊ 16-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1500. അപ്പൊ ഈ സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രം എന്ത് ചെയ്യണം? പോർച്ചുഗീസ് സാമ്രാജ്യമാണ് ഉണ്ടാവേണ്ടത്. എങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണം. ഒരു സിനിമാ തിയേറ്ററിൽ കയറണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണ്ടേ? ഒരു ഫ്ലൈനിലേക്ക് കയറണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണ്ടേ? ട്രെയിനിലേക്ക് കയറണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണ്ടേ? അതേപോലെ നമ്മുടെ ഇവിടെ പോർച്ചുഗീസിന്റെ കൺട്രോളിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വേറെ ഏതെങ്കിലും ഷിപ്പ് വരണമെങ്കിൽ, നാവികം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലൈസൻസ് എടുക്കണം. എന്താണ് സാർ ഈ കാർട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അക്ഷരങ്ങൾ എന്ന് വരുന്ന ഒരു പോർച്ചുഗീസ് പദമായിട്ടുള്ള കാർട്ടസ് എന്നാണ് ഈ സിസ്റ്റം വരുന്നത്. അക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്കൺ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ നമ്പർ ഉണ്ടാവില്ലേ? ടോക്കൺ നമ്പർ 12, ടോക്കൺ നമ്പർ 25 വരിക എന്നൊക്കെ പറയും. ഡോക്ടർ അടുത്ത് പോകുമ്പോ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കില്ലേ? അതേപോലെ ഷിപ്പിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ടോക്കൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ടോക്കൺ നമ്പർ ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ. എങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്താ? ഇന്ത്യയില് ഇപ്പൊ നമ്മൾ പോയിട്ട് അറ്റാക്ക് ചെയ്യേണ്ട. ഓക്കെ. സാമൂതിരിയുമായിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റിലാക്സ് ആയിരിക്കാം. അറ്റാക്ക് ചെയ്യേണ്ട സിസ്റ്റം ഇല്ല. നമുക്കിപ്പൊ വേണ്ടത് സാമൂതിരി അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് എന്താ? പുറമേന്ന് ഒരാളും ഇങ്ങോട്ട് വരരുത്. എന്നിട്ട് നമുക്ക് സാമൂതിരി അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പിടിക്കാം എന്നതായിരുന്നു പുള്ളിയുടെ രീതി. അപ്പൊ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം കടലിൽ എന്ത് ചെയ്യണം? ആധിപത്യം നിർത്തണം. ഇനി അതായത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ 1505 മുതൽ 1909 വരെ നമ്മള് എന്താ പറയാ, ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. വാണിജ്യ ഇടപാടുകൾ മാത്രം ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് കുരുമുളക് കൈക്കലാക്കുക, സ്പൈസസ് കൈക്കലാക്കുക, എന്നിട്ട് യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? വലിയ പണക്കാരനാവുക. ഒരു പ്രാവശ്യം പണവും പേരും പ്രശസ്തി എല്ലാം വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്രതികാരം ചെയ്യാം. ഓക്കെ. ഇതാണ് പുള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു ഡീല്. ഇതാണ് ഫ്രാൻസിസ്കോ ഡി ആൽമഡ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോട്ട കെട്ടാനൊന്നും ടൈമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ത്യൻ എന്താ പറയാ, ഭൂമിയിൽ ഫുൾ കോട്ട കെട്ടുന്നതിന് പകരം കടലിൽ ശക്തരാവുക. ഞാൻ എവിടെ ചെയ്യാൻ പോകുന്നത്? എന്റെ പ്രവർത്തനം മുഴുവൻ എന്തായിരിക്കും? കടലിലായിരിക്കും. അതാണ് നീല ജല നയം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യം ഏതൻസ്, ഓർമുസ്, മലാക്ക എന്നീ പറയുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്തു? കൈപ്പെടുത്തി. എന്താണ് സാർ ഏതൻസ്, ഓർമുസ്, മലാക്ക എന്ന് പറയുന്നത്? ഇതാ പിടിച്ചു. ഓക്കെ. ഇതാ ഏതൻസ്, ഓർമുസ്, മലാക്ക, സ്ട്രൈറ്റ് ഓഫ് മലാക്ക. ഈ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതാണ് ഇന്ത്യ. ഇവിടെ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എവിടെയാ? ഈ കേരളത്തിലാണ്, കാലിക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഇവിടെയാണ് എന്തുള്ളത്? ആക്ച്വലി നമ്മുടെ ഇന്തോനേഷ്യ, മലേഷ്യ എല്ലാം ഉള്ളത്. ഇവിടെയാണ് ശ്രീലങ്ക എല്ലാം ഉള്ളത്. ഇനി അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കും. ഒരു സെക്കൻഡ്. അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരാം, ഇവിടെ നിന്ന് ഇങ്ങനെ വരാം, ഇവിടെ നിന്ന് ഇങ്ങനെ വരാം, എങ്ങനെ വേണമെങ്കിൽ വരാം. കറക്റ്റ് അല്ലേ? അങ്ങനെ അവർ വരുമ്പോ ഇങ്ങനെയല്ല അവർ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അവർ വരുമ്പോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യുക. ഇനി അവരെങ്ങാനും ഇവിടെ എത്തി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുക. ഈ ഭാഗത്തേക്ക് എത്തി എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യൻ ഓഷന്റെ ഈ സൈഡ് വരെ നിങ്ങൾ എല്ലാവരും വന്നോളൂ. ഈ സൈഡിന്റെ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങളെ തടയാതെ വരാൻ വേണ്ടി പറ്റില്ല. അതിനുവേണ്ടി എന്തൊക്കെ റൂട്ട് ഉണ്ടോ, റൂട്ട് മുഴുവൻ എന്ത് ചെയ്യും? ഞങ്ങൾ പിടിച്ചു വെക്കുന്നതായിരിക്കും എന്നാര് പറഞ്ഞു? ഫ്രാൻസിസ്കോ ഡി ആൽമഡ. ഓക്കെ. ഫ്രാൻസിസ്കോ ഡി ആൽമഡ എന്ത് ചെയ്തു? പറഞ്ഞു. ഇതിനാണ് ഏതൻസ്, ഓർമുസ്, മലാക്ക എന്നീ പറയുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നത്? പിടിച്ചു വെക്കുന്നത്. ഇത്രയും കാര്യം നോക്കിയാല് ഇനി ഇവിടെ എങ്ങാനും വരണമെങ്കിൽ, അതായത് പോർച്ചുഗീസുകാരുടെ പെർമിഷനോടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പോർച്ചുഗീസ് ഓഫീസറുടെ പാസ് ആവശ്യമുണ്ട്. പാസിന്റെ പേരെന്താ? കാർട്ടസ് പാസ്. അതെന്ത് ചെയ്യണം? വേണം. അതിനായിട്ട് വലിയൊരു തുക നൽകേണ്ടി വരും, വലിയ വില നൽകേണ്ടി വരും. ഈ പാസില് കപ്പലിന്റെ അളവ്,
ക്യാപ്റ്റന്റെയും തൊഴിലാളികളുടെയും പേര്, മറ്റു വിവരങ്ങൾ, ചരക്കിന്റെ വിശദാംശം, എവിടെയാണ് ലക്ഷ്യം, നിങ്ങൾക്ക് ഏത് തുറമുഖത്തേക്കാണ് പോകേണ്ടത്, എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. ഈ ഡീറ്റെയിൽ ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം, കപ്പലിനെ പിടിച്ചു കെട്ടും, അല്ലെ ജീവനക്കാരെ എന്ത് ചെയ്യുന്നതായിരിക്കും, അങ്ങോട്ട് വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സിസ്റ്റം. അപ്പൊ കാർട്ടസ് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാർട്ടസ് പാസ് പ്രകാരം അതിൽ എന്താണ് കൊണ്ടുപോകുന്നത് എന്ത് ചെയ്യണം, പറയണം. സ്പൈസസ് കൊണ്ടുപോകണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം, പോർച്ചുഗീസുകാരുടെ പെർമിഷൻ വേണം. അപ്പൊ ആകെ പ്രശ്നമാണ്. പോർച്ചുഗീസുകാർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുന്നു ഇപ്പോ, ഇന്ത്യൻ മഹാസമുദ്രം കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഈ ഇത് കണ്ട് കണ്ട് മതിയായ ഒരു എന്താ ഒരു മാപ്പാണല്ലോ വാസ്കോഡ ഗാമയുടെ. ലിസ്ബൺ എന്ന് പുള്ളി ദിങ്ങനെ വന്നിട്ട് ഇവിടെ എന്താ നമ്മുടെ എന്താ ശുഭപ്രീഷ മുനമുണ്ടായിരുന്നു. അവിടുന്ന് ദിങ്ങനെ മലന്തിയിൽ വന്നിട്ട് ദിങ്ങനെ എവിടെ എത്തി, കാലിക്കറ്റ് കണ്ണൂർ എത്തിയില്ലേ. അപ്പൊ ഈ ഒരു റൂട്ടിനെ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അവിടെ നിന്ന് അവര് ദിങ്ങനെ ഇവിടെ വന്നാൽ അവർ കുഴപ്പമില്ല. പക്ഷെ ദിങ്ങനെ മലന്തി എത്തിയിട്ട് ഇവിടെ അറബിക്കടലിലും ഇന്ത്യൻ ഓഷനിലും എത്തിയാൽ എന്തായിരിക്കും, അത് പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ഹോർമൂസ്, മലാക്ക ഒക്കെ എന്ത് ചെയ്യുന്നത്, പിടിച്ചു വെക്കുന്നത്. ഇത്രയും കാര്യം ഉണ്ടാണല്ലോ. അതെ, സ്ട്രൈറ്റ് ഓഫ് മലാക്ക മലേഷ്യയുടെയും സിംഗപ്പൂരിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് വേണ്ടത് എന്താ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, കംബോഡിയ, തായ്ലാന്റ്, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് സ്വാധീനം ചെലുത്തണം. എന്തിനാ സ്വാധീനം ചെലുത്തുന്നത്, എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ പറഞ്ഞ്, ആ കറക്റ്റ്, നിങ്ങളിപ്പോ എന്താ, നിങ്ങളിപ്പോ മാസ്റ്റേഴ്സ് ആയി, ഇവിടെ എല്ലാം എന്തുണ്ട്, സ്പൈസ് ഉണ്ട്. എന്നിട്ട് പതുക്കെ പതുക്കെയാണ് എന്ത് ചെയ്യുക, ഇന്ത്യയുടെ മുകളിലേക്ക് പോവുക. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ ഫ്രാൻസിസ്കോ ഡി ആൽമഡ 1505 അദ്ദേഹം കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. അയാളല്ലേ പറഞ്ഞു ഇയാൾക്ക് കോട്ട ഉണ്ടാക്കണ്ട, അയാൾ എന്താ സമുദ്രത്തിലാണ്, നീല ജലതയാണ്. ഓക്കെ, ക്ഷമിക്കും മക്കളെ, ക്ഷമിക്കും. അയാൾ ഒരു കോട്ട ഉണ്ടാക്കി. കോട്ടയെ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്തു, ഒരു കോട്ട ഞാൻ എന്ത് ചെയ്യും, ഉണ്ടാക്കുന്ന അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി ഒരു കോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, 1505 എന്ത് ചെയ്തു, കണ്ണൂരില് സെന്റ് ആഞ്ചലോ കോട്ട ഉണ്ടാക്കി. എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയുടെ പേരെന്താണ്? ഫ്രാൻസിസ്കോ ഡി ആൽമഡ. ഇയാളല്ലേ പറഞ്ഞ് കിഴക്കിന്ത്യയാണെന്ന്. മക്കളെ, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഈസ്റ്റ് ഇന്ത്യ ആയാലും എല്ലാത്തിന്റെയും പോർച്ചുഗീസിന്റെ ആദ്യത്തെ വൈസ്രോയ ആരാണ്? ഫ്രാൻസിസ്കോ ഡി ആൽമഡയാണ്. നീല ജലനയം അവതരിപ്പിച്ച ആരാണ്? ആരാ? ഫ്രാൻസിസ്കോ ഡി ആൽമഡയാണ്. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് ആരാ? ഫ്രാൻസിസ്കോ ഡി ആൽമഡ. ഏത് വർഷമാണ് പണി കഴിപ്പിച്ചത്? 1505 പണി കഴിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്കൊരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ചെയ്താലോ? ചെയ്യാം. അസേഷൻ: ഇന്ത്യൻ മഹാസമുദ്രം കീഴടക്കാൻ പോർച്ചുഗീസുകാരെ സഹായിച്ചത് അൽമഡയുടെ നീല ജലനയമാണ്. ഇതല്ലേ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്ര നേരം ഡീറ്റെയിൽ ആയി പഠിച്ചത്? അതെ, നീല ജലനയം തന്നെയല്ലേ? അതെ. റീസൺ: പോർച്ചുഗീസ് സ്വാധീനം ഏകീകരിക്കാനും മുസ്ലിം വ്യാപാരം നശിപ്പിക്കാനുള്ള ദൗത്യമായിരുന്നു അത്. ഓബിയസ്ലി. ഓക്കെ, ഇനി മുസ്ലിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കേരളത്തിൽ വന്നിട്ട് വ്യാപാരം നടത്താൻ പറ്റില്ല. അതേപോലെ അവരുടെ വ്യാപാരം എന്ത് ചെയ്യണം, നശിപ്പിക്കണം. പോർച്ചുഗീസ് സ്വാധീനം എന്ത് ചെയ്യണം, ഏകീകരിക്കണം. എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ മാത്രം മതി, ഡച്ചുകാരും വേണ്ട, ഫ്രഞ്ചുകാരും വേണ്ട, ബ്രിട്ടീഷുകാരും വേണ്ട. എങ്കിൽ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓപ്ഷൻ സിയും പോയി, ഓപ്ഷൻ ഡിയും പോയി. അതായത് ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് അതിലുണ്ട്, അപ്പൊ അത് പോയി. ഓക്കെ, ഒന്നെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി. ഞാൻ എങ്ങനെയാ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അസേഷൻ വായിക്കുക, എന്നിട്ട് വൈ, എന്തുകൊണ്ടെന്ന് ചോദിക്കുക. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യണം, റീസണിൽ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ എ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബി ടിക്ക് ചെയ്യുക. നമുക്ക് വായിച്ചാലോ? എന്റെ കൂടെ വായിക്കണേ. ഇന്ത്യൻ മഹാസമുദ്രം കീഴടക്കാൻ പോർച്ചുഗീസുകാരെ സഹായിച്ചത് അൽമേഡയുടെ നീലജല നയമാണ്. എന്തുകൊണ്ടാ? പോർച്ചുഗീസ് സ്വാധീനം ഏകീകരിക്കാനും മുസ്ലിം വ്യാപാരം നശിപ്പിക്കാനുള്ള ദൗത്യമായിരുന്നു അത്. കറക്റ്റ്. എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? നീല ജലനയത്തിന്റെ എന്താ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? ഇന്ത്യൻ മഹാസമുദ്രം കീഴടക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്താ ഓപ്ഷൻ എ എന്ത് ചെയ്യാവുന്നതാണ്, ടിക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ അൽഫോൺസോ ഡി അബുൾക്കർ, അവിടെ വർഷം കാണുന്നില്ലല്ലോ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറാം. ഓക്കെ, അൽഫോൺസോ ഡി അൽബുൾക്കർ. അൽഫോൺസോ ഡി അൽബുൾക്കർക്ക് ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാ? 1509 മുതൽ 1515 വരെയാണ്. ഓക്കെ, അപ്പൊ വർഷം കണ്ടല്ലോ. ഇനി ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ? ഇല്ല. അങ്ങനെയെങ്കിൽ മഹാനായ വൈസ്രോയ ആരാന്ന് വെച്ചാൽ പറയാൻ പോണ എന്താ? അൽഫോൺസോ ഡി അബൂബക്കർ. സാർ, ഇപ്പൊ വന്നവരൊന്നും മഹാന്മാരല്ലേ? അവരൊക്കെ മഹാന്മാരല്ലേ. എന്നാൽ മഹാന്മാരിൽ മഹാനാരാണ്? അൽഫോൺസോ ഡി അബൂബക്കർക്കാണ്.
എന്താണ് സാറേ ഈ അൽബുൾക്കർക്കിന് വേറെ ആരും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് വരാൻ കാരണം? ഇനി പോർച്ചുഗീസുകാർ 100 വർഷത്തോളം ഇന്ത്യയിൽ കൃത്യമായി ഭരിക്കണമെങ്കിൽ അത് എങ്ങനെ ഭരിക്കണമെന്നും മറ്റുള്ളവർ വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൃത്യമായ സിസ്റ്റം ഉണ്ടാക്കണമെന്നും പറഞ്ഞ വ്യക്തിയാണ് ആര്? അൽഫോൺസോ ഡി അബൂൽക്കർ. ഓക്കെ, അപ്പൊ അൽഫോൺസോ ഡി അബൂൽക്കർക്കിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഡച്ചുകാർ എന്ത് ചെയ്യുന്നത് 1602 ആകുമ്പോഴേക്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. 100 വർഷത്തെ ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഏറ്റവും മഹാനായ വൈസ്രോയ് ആരാ? ഓബിയസ്ലി അൽഫോൺസോ ഡി അൽബുൾക്കർക്കാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലെ? അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ എന്താ പ്രധാനപ്പെട്ട ലക്ഷ്യം? കിഴക്കുമായുള്ള വ്യാപാരത്തില് പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുക. ഈസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, രാജ്യങ്ങളും അറിയാം. ഒന്നുകൂടി എന്റെ കൂടെ രാജ്യങ്ങൾ പറഞ്ഞ ഏതൊക്കെ രാജ്യങ്ങള്? മലേഷ്യ, ഇന്തോനേഷ്യ, എന്താ പറയാ, ജാവ, സുമാത്ര, പിന്നെന്താ കേരളം. ഓക്കെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ട് പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് നീലജല നയം ഫോളോ ചെയ്തിട്ടാ. ഫോളോ ചെയ്തില്ല എന്ന് പറയുന്നില്ല, പക്ഷെ കോട്ട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് നമ്മുടെ പഴയ വൈസ്രോയ്. പഴയ വൈസ്രോയുടെ പേരെന്താ? ഓക്കെ, ഈ ഫ്രാൻസിസ്കോ ഡി അൽമഡ. ഫ്രാൻസിസ്കോ ഡി അൽമഡയും ഇവിടുത്തെ ആരാ? അൽഫോൺസോ ഡി അബൂൽക്കറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഫ്രാൻസിസ്കോ ഡി അൽമഡ പറഞ്ഞു എന്താ, നമുക്ക് എന്ത് ചെയ്യാം, കടലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അൽഫോൺസോ ഡി അബൂൽക്കർ പറഞ്ഞു കടലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ കോട്ടകൾ ഉണ്ടാക്കണം. അപ്പൊ കോട്ടകൾ പ്രധാനമായും നടന്നുണ്ടാക്കിയ ആളുടെ പേരാണ് അൽഫോൺസോ ഡി അബൂൽക്കർ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ പര്യവേഷണ വേളയിൽ, വൈസ്രോയ് ആവുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് അദ്ദേഹം കേരളത്തിൽ വരുന്ന സമയത്ത് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ഫ്രണ്ടാണ് കൊച്ചി. കൊച്ചിയും പോർച്ചുഗീസും തമ്മിൽ എന്താ, വളരെ ദോസ്തിയാണ്. ഓക്കെ അല്ലെ? അപ്പൊ കൊച്ചിയിലെ രാജാവിന്റെ അനുമതി വാങ്ങിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ കോട്ടയുടെ പേരാണ് ഫോർട്ട് മാനുവൽ. ഇതാണ് ഏഷ്യയിലെ ആദ്യത്തെ കോട്ട, ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട പോർച്ചുഗീസുകാർ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോ അൽഫോൺസ് ഡി അബൂൽക്കർക്ക് പറഞ്ഞു എന്ത് ചെയ്തോളൂ, നിങ്ങൾ എന്താ ഇന്ത്യൻ സ്ത്രീകൾ എന്ത് ചെയ്യുക, കല്യാണം കഴിക്കുക. ഓക്കെ, അപ്പൊ പോർച്ചുഗീസ് പുരുഷന്മാരോട് പറഞ്ഞു ഇന്ത്യൻ സ്ത്രീകൾ എന്ത് ചെയ്യുക, കല്യാണം കഴിക്കുക. എന്താ സാറേ ഇന്ത്യൻ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറഞ്ഞു? ഇന്ത്യൻ സ്ത്രീകൾ അത്ര സുന്ദരികളാണോ? അത് മാത്രമല്ല കാരണം. ഓക്കെ, സ്വന്തം ഇന്ത്യൻ സ്ത്രീ സുന്ദരികളല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇന്ത്യൻ സ്ത്രീകൾ സുന്ദരികൾ തന്നെ. പക്ഷെ പ്രധാനപ്പെട്ട 2 പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, അവിടെയുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല. അവിടെ കുറച്ച് വളരെ എന്താ ബാക്ക്വേർഡ് എന്നല്ല പറയാ, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ചർച്ചും മറ്റു സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് വളരെ അങ്ങനെയുള്ളവർ വരാൻ പറ്റില്ല. രണ്ടാമത്തെ പരിപാടി അദ്ദേഹത്തിന് വേണ്ടത് എന്ത് ചെയ്യണം, ഇവരുടെ ഒരു മിക്സ്ഡ് റേസ് ഉണ്ടാക്കണം. സർ മനസ്സിലായില്ല? ഗോവയിലേക്ക് പോയിട്ടുണ്ടാ സർ? മനസ്സിൽ ലഡ്ഡു പൊട്ടി. എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗോവയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊച്ച് വെസ്റ്റേൺ ഡയറ്റിൽ പോയ പോലെ ഉണ്ടാവുക. അതിന് കാരണം അവിടെയുള്ള എല്ലാവരുടെയും എന്താ ഒരു കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഇന്ത്യൻ കൾച്ചർ പോലെ അല്ല, ഒരു വെസ്റ്റേൺ കൾച്ചർ പോലെയാണ് അവിടെ ഉണ്ടാവുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പോർച്ചുഗീസുകാരുടെ കാര്യമാണ്. അപ്പൊ പോർച്ചുഗീസ് പുരുഷന്മാരും തദ്ദേശീയരായ സ്ത്രീകളും ഇന്ത്യൻ സ്ത്രീകളും നമ്മൾ എന്ത് ചെയ്തു, മിശ്ര വിവാഹം ഉണ്ടാക്കി. ഈ മിശ്ര വിവാഹത്തിൽ ഉണ്ടായ കുട്ടികളിൽ പോർച്ചുഗീസുകാരുടെ എന്തുണ്ടാവും, ഒരു ജെനറ്റിക്സ് ഉണ്ടാവില്ലേ? അതേപോലെ അവരുടെ ഇടയിലേക്ക് ക്രിസ്ത്യാനിറ്റി വളർത്താൻ പറ്റിക്കഴിഞ്ഞാൽ, അവരുടെ ഇടയിലേക്ക് എന്താണ് ആക്ച്വലി പോർച്ചുഗീസിന്റെ കൾച്ചർ വളർത്താൻ പറ്റിക്കഴിഞ്ഞാൽ, പോർച്ചുഗീസുകാർ ഇവിടെ പിടിച്ചെടുക്കാൻ പോകുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നതായിരിക്കും, പോർച്ചുഗീസുകാരെ സഹായിക്കുന്നതായിരിക്കും. സോറി, എന്തു ഭയങ്കരമായ തിങ്കിങ് ആണ്. അതെ, ഓക്കെ. അപ്പോ ഇനി എന്താ, ഇന്ത്യയില് ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഇന്തോ പോർച്ചുഗീസ് വംശത്തിന്റെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഓക്കെ, ഇതിന്റെ പേരാണ് സാംസ്കാരിക സ്വാംശീകരണം. എന്റെ അമ്മേ, വായിൽ കൊള്ളാത്ത പേരാണല്ലോ സാർ. അതെ, സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തനതായ സംസ്കാരത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരു രാജ്യത്തെ കോളനിവൽക്കരിക്കാൻ 2 രീതികളുണ്ട്. ഒന്ന്, എന്ത് ചെയ്യണം, നോർമൽ രീതി ഫൈറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ വിഷയമൊന്നുമില്ല. രണ്ടാമത്തെ രീതി, നിങ്ങളുടെ രീതി മോശമാണ്, ഞങ്ങളുടെ രീതി ബെറ്റർ ആണെന്ന് പറയുക. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് സ്പൂണിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണോ എനിക്ക് നല്ല പേര് കിട്ടുന്നത്, കൈ കൊണ്ടാണോ സ്പൂൺ കൊണ്ടല്ലേ? മുണ്ടും ഷർട്ടും ഇട്ട് പോകുന്നതാണോ പാന്റ് ഇട്ട് പോകുന്നതാണോ കൂടുതൽ പേര്? പാന്റ് ഇടുന്നതല്ലേ? ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതാണോ, സ്വന്തം ഭാഷയായ മലയാളം സംസാരിക്കുന്നതാണോ പേര് കിട്ടുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴല്ലേ? വെളുത്തിരിക്കുമ്പോഴാണോ കറുത്തിരിക്കുമ്പോഴാണോ കൂടുതൽ സൗന്ദര്യമായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്? വെളുത്തിരിക്കുമ്പോഴല്ലേ? എങ്കിൽ ഇതിന്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായ സ്വാംശീകരണമല്ലേ? ഇതുണ്ടാക്കിയ ആളുകൾ യൂറോപ്യന്മാരല്ലേ? കുറെ നേരെ അല്ലേ പറയുന്നു. എല്ലാത്തിന്റെയും ആൻസർ എസ് ആണല്ലോ. നിങ്ങൾ ആ വീട്ടിൽ ഇരുന്നിട്ട് എല്ലാത്തിനും തലയാട്ടിയില്ലേ? എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ഡ് കോളനി സിസ്റ്റം. ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് അൽഫോൺസോ ഡി
അബൂബക്കർ. ഇത്രയും കാര്യമൊക്കെ അല്ലേ. പോർച്ചുഗീസ് മതനയങ്ങൾ വളരെ ക്രൂരമായിരുന്നു. എന്താ സാറേ, അവർക്ക് മുസ്ലിങ്ങളെ കണ്ടാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നതായിരിക്കും, ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താ, യൂറോപ്പിൽ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർക്ക് വരാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസ് മതനയം എന്താ, വളരെ ക്രൂരമാണ്. നന്നായിട്ട് മനസ്സിലാക്കണേ. ഓക്കെ, ഇത് ഡച്ചുകാർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം. അപ്പൊ 1510 ബീജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ എന്ത് ചെയ്തു, പുള്ളി ഗോവ പിടിച്ചെടുത്തു. സാർ ഇതെന്താ അത്ര വലിയ ഇമ്പോർട്ടന്റ്? അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം. അലക്സാണ്ടർ ചക്രവർത്തിയാ പുള്ളി 323 ഉണ്ടായിരുന്നു. അതെ, ഓക്കെ. അപ്പോ 323 ഉണ്ടായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ വന്നതിന് ശേഷം ഒരു യൂറോപ്യൻ നിയന്ത്രണത്തിലുള്ള ഒരു ആദ്യത്തെ പ്രദേശമായിട്ട് മാറിയത് എന്താണ്, നമ്മുടെ ഗോവയാണ്. അത് എവിടെന്നാ പിടിച്ചെടുത്തത്, ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന്. അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഒരു സ്ഥലം കോളനിവൽക്കരിച്ചിരിക്കുന്നത്, അൽഫോൺസോ ഡി അൽബുക്കർക്ക്. അൽഫോൺസോ ഡി അൽബുക്കർക്കിന്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായോ, ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അതെ, എങ്കിൽ അദ്ദേഹം സതി നിർത്തലാക്കി. സതി നിർത്തലാക്കി രാജാറാം മോഹൻ റായ് ആണ്, തെറ്റി പറയരുത്. അങ്ങനെയല്ല, ഗോവയില് 1515 അദ്ദേഹം എന്ത് പറഞ്ഞു, ഈ സതി എന്ന് പറഞ്ഞ സംഭവം വേണ്ട, അതെന്ത് ചെയ്യാൻ പോകണം, നമ്മൾ നിർത്തലാക്കാൻ പോകണം എന്ന് പറഞ്ഞു. ഇന്ത്യ മുഴുവൻ സതി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച വ്യക്തിയുടെ പേരാണ് രാജാറാം മോഹൻ റായ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ. ഓക്കെ, സതി നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ മുഴുവൻ ആരും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന ആളുടെ പേരാണ് രാജാറാം മോഹൻ റായ്. സതി നിർത്തലാക്കിയത് ഗോവയിൽ രാജാറാം മോഹൻ റായ്ക്ക് മുമ്പ് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന പേരാണ് എന്ത്, അൽഫോൺസോ ഡി അബൂബക്കർ. ഓക്കെ, സതി നിർത്തലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ് എന്ന് ചോദിച്ചാൽ എന്താ, അൽഫോൺസോ ഡി അൽബുക്കർ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ, ഡൺ അല്ലേ? ഓക്കെ, എങ്കിൽ ഏത് പോർച്ചുഗീസ് വൈസ്രോയുടെ കീഴിലാണ് ഗോവ പിടിച്ചടക്കിയത്, അൽഫോൺസോ ഡി അബൂബക്കർ. ഏത് ഭരണാധികാരിയിൽ നിന്നാണ് അൽബുക്കർ ഗോവ പിടിച്ചെടുത്തത്, ആരാ, ബീജാപ്പൂർ സുൽത്താൻ. ഓക്കെ, അപ്പൊ അടുത്ത നമ്മുടെ വൈസ്രോയുടെ പേരാണ് നീനോ ഡാ കുൻഹ. ഓക്കെ, എന്താണ് സാർ നീനോ ഡാ കുൻഹയുടെ ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? അദ്ദേഹം 1529 നവംബറിൽ എന്ത് ചെയ്തു, ഇന്ത്യയിലെ പോർച്ചുഗീസ് ഗവർണറായിട്ട് മാറി, അല്ലെങ്കിൽ എന്താ, വൈസ്രോയ് ആയിട്ട് മാറി. എന്ത് വേണമെങ്കിൽ വിളിച്ചോ, നോ ഇഷ്യൂ. ഓക്കെ, 1530 അദ്ദേഹം വന്ന ഉടനെ കൊച്ചിന്ന് സ്ഥാനം എങ്ങോട്ട് മാറ്റി, ഗോവയിലേക്ക് മാറ്റി. ഓ, ഡിങ്കിടിക്ക. ഓക്കെ അല്ലേ. അപ്പൊ 1530 അദ്ദേഹം വന്ന ഉടനെ കൊച്ചിയിൽ എന്ത് ചെയ്തു, ഗോവയിലേക്ക് സ്ഥാനം അങ്ങോട്ട് മാറ്റി. ഇതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ സംഭവം. ഇതൊരു സ്ട്രാറ്റജിക് മൂവ് ആണ്. സോ സ്ട്രാറ്റജിക് മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇപ്പൊ 1530 ഓക്കെ, അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രം വേണം. പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അവർ കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ആ സ്ഥാനം ഈ കേരള ഏറ്റവും താഴെയല്ലേ, ഈ താഴെയുള്ള കൊച്ചിയിൽ എന്താ, നമ്മുടെ ക്യാപിറ്റലും വെച്ചിട്ട്, ആസ്ഥാനം എന്ന് വെച്ചാൽ ക്യാപിറ്റലും വെച്ചിട്ട് ഇന്ത്യ മുഴുവൻ കീഴടക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറച്ച് മുകളിലേക്ക് പോകാം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്താ, ഗോവ. അപ്പൊ ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോർച്ചുഗീസുകാരുടെ എന്താണ് ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, ഇത് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നത്. എവിടെ നിന്ന് എങ്ങോട്ട്, കൊച്ചിയിൽ നിന്ന് ഗോവയിലോട്ട് മാറ്റുന്നത്. അത്രയും കാര്യം ഒക്കെ അല്ലേ. അതെ, ഇനി വേറൊരു കാര്യമുണ്ട്. ഇവരും മുഗൾ സാമ്രാജ്യവും തമ്മിൽ അത്ര ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ ജഗട, വലിയ ജഗടയില്ല, ചെറിയ ചെറിയ ജഗട. അതായത് മുസ്ലിങ്ങളുടെ കപ്പൽ കണ്ട അവരപ്പം എന്ത് ചെയ്യും, അപ്പം മുക്കും. ഇവർക്ക് എന്താ, മതനയം എന്താണ്, വളരെ ക്രൂരമാണ്. മുസ്ലിങ്ങളെ കപ്പൽ കണ്ടാൽ എന്ത് ചെയ്യും, അപ്പം മുക്കും. അങ്ങനെ മുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രധാനമായി നോക്കിയത് എവിടെയാ, ഗോവയിൽ നിന്നാണ് മുക്കാൻ നോക്കുന്നത്. കൊച്ചിയിൽ നിന്ന് മുക്കുക എന്തായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താ സാർ, കൊച്ചിയിൽ നിന്ന് കപ്പൽ മുക്കാൻ പറ്റില്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം കൊച്ചിയുടെ പൊസിഷൻ അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിലേക്ക് പോകാം, ഗ്രാഫ് അല്ല, ഒരു മാപ്പിലേക്ക് പോകാം. ദാ മാപ്പ്, എവിടെ, ഇന്ത്യൻ മാപ്പ് ആണല്ലോ, ലിങ്ക് എടുക്കാം. ഓക്കെ, ഇവിടെയാണ് കൊച്ചി. ഓക്കെ, ഇവിടെയാണ് ഗോവ. നിങ്ങൾ തന്നെ പറ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, എന്താ പറയാ, ഈ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന കപ്പലുകൾ മാത്രമേ മുക്കാൻ പറ്റൂ. ഇവിടെ ഇരുന്ന ഇവിടെ നിന്ന് വരുന്നത് മുക്ക, ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് വരുന്നത് മുക്ക. ഏറ്റവും ബെസ്റ്റ് എവിടെയാണ്, ഇവിടെ ഇരിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് പുള്ളി എങ്ങോട്ട് ചെയ്യുന്നത്, ഗോവയിലേക്ക് പോകുന്നത്. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ, മനസ്സിലായ? ഡൺ 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 ഡൺ. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നീനോടി കുങ്ക. ഓക്കെ, അപ്പൊ പുള്ളി വന്ന ഉടനെ ഹുമയൂണുമായിട്ട് എന്ത് ചെയ്തു, പോരാട്ടത്തിന് സ്റ്റാർട്ട് ചെയ്തു. എന്തിനാ സാറേ ഹുമയൂണുമായിട്ട് പോരാട്ടത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് നമ്മുടെ മുസ്ലിങ്ങൾ കണ്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗുജറാത്തിലെ ബഹദൂർ ഷാ 1534 ബസിൻ ദ്വീപ് എന്ത് ചെയ്ത് പോർച്ചുഗീസുകാർക്ക് അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, എന്ത് പറഞ്ഞ്, ഹുമയൂണുമായിട്ടുള്ള പോരാട്ടത്തിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലേ, അത് നിങ്ങൾക്ക്, നിങ്ങളെ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ബസിൻ ദ്വീപ് എന്ത് ചെയ്തോ, പിടിച്ചോ. അങ്ങനെ സ്ഥലം എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, ദിയുവില്
അവർക്ക് എന്ത് കൊടുത്തു? ഒരു താവളവും വാഗ്ദാനം ചെയ്തു. അപ്പൊ വൈസ്രോയ് ന്യൂനോ ഡി കുംഹയുടെ അല്ല നീനോ ഡി കുംഹയാണ്, നീനോ ഡി കുംഹയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ചാലിയം കോട്ട ഉണ്ടാക്കിയത്. ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ, ആ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നെട്ടിയ പീരങ്കി, അതാണ് എന്ത്? ചാലിയം കോട്ട. അപ്പൊ ചാലിയം കോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടുത്തെ വൈസ്രോയ് ആയിരുന്നു ആര്? ന്യൂനോ ഡി കുൻഹ അല്ലെങ്കിൽ നീനോ ഡി കുൻഹ. ഓക്കെ, നീനോ ഡി കുൻഹയാണ്, നീനോ ഡി കുൻഹ. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഗുഹ്ലി നഗരത്തില് അദ്ദേഹം പോർച്ചുഗീസ് പൗരന്മാരെ പാർപ്പിച്ചുകൊണ്ട് ബംഗാളിൽ എന്താണ്? പോർച്ചുഗീസ് സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇന്ത്യൻ ഹിസ്റ്ററി പ്രകാരം ആരുടെ കയ്യിലാണോ ബംഗാൾ ഉള്ളത് അവരാണ് എന്ത് ചെയ്യുക? ഇന്ത്യ ഭരിക്കുക. ഓക്കെ, അതെന്താ സാറേ കേരളത്തിൽ സ്പൈസസ് അതാണ് ഇമ്പോർട്ടന്റ് എന്ന് കഴിഞ്ഞ 2 ക്ലാസ് ആയിട്ട് കോരെ കോരെ പ്രസംഗിച്ചിട്ട് സ്പൈസസേ ഇല്ലാത്ത ബംഗാളിൽ പോയി പറയുന്നത്? ഓക്കെ, എന്റെ മക്കളെ, ആദ്യം ഭക്ഷണം, പിന്നെയാണ് എന്ത്? വസ്ത്രം. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക വസ്ത്രത്തിലായിരിക്കും. വസ്ത്രത്തിന് വേണ്ടി ആളുകൾ ഭക്ഷണത്തെക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? പൈസ ചെലവഴിക്കുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ ആ ബംഗാളിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവത്തിന്റെ പേരാണ് നീലം. അതെന്താ? ഡ്രസ്സ് കളറടിക്കാനുള്ളതാണ്. അടുത്ത് കിട്ടാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് കോട്ടൺ. ഓക്കെ, കോട്ടൺ എന്ന് വെച്ചാൽ എന്താ? പരുത്തി. ഇതെല്ലാം കിട്ടാൻ പോകുന്ന അവിടെ നിന്നാണ്. വലിയൊരു പൈസ എന്ത് ചെയ്യും? അവിടെ കിട്ടും. ഓക്കെ, അതിനു വേണ്ടിയാണ് ബംഗാൾ എന്നുള്ളത് ആവശ്യമുള്ളത്. ഇത് പ്ലാൻ ചെയ്തിട്ട് നീനോഡി കുൻഹ എന്ത് ചെയ്തു? അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഹുഗ്ലി, ഹുഗ്ലി എന്ന് പറഞ്ഞ ബംഗാളിൽ ഒരു നഗരമല്ലേ, അവിടെ ഒരുപാട് പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? വയ്ക്കുകയും ചെയ്തു. കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇതൊക്കെ അടിച്ച് പൊളിച്ച് ഒക്കെ എല്ലാം ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു? കയ്യിൽ വെച്ചു. ഓക്കെ, എനിക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്താലോ? താഴെ തന്നിരിക്കുന്നവയെ ചേരുമ്പോൾ ചേർക്കുക. നോ പ്രോബ്ലം. ഓക്കെ, ചാലിയൻകോട്ട പട്ടുമരക്കാർ അല്ലല്ലോ, ചാലിയൻകോട്ട ഉണ്ടാക്കിയത് ന്യൂനോഡി കുൻഹ അല്ലേ? കറക്റ്റ്. ഓക്കെ, അടുത്താണ് ഫോർട്ട് മാനുവൽ. ഫോർട്ട് മാനുവൽ ഉണ്ടാക്കിയത് അൽബുക്കർക്ക് തന്നെയാണ്. പുതുപ്പണം കോട്ട അത് അങ്ങോട്ടും അങ്ങോട്ടും മാറിയിരിക്കുക. ഓക്കെ, പുതുപ്പണം കോട്ട പട്ടുമരക്കാർ, ചാലിയൻകോട്ട ന്യൂനോഡി കുൻഹ. ഓക്കെ, ആഞ്ചലോ കോട്ട ആരാ? ഫ്രാൻസിസ്കോ അൽമഡ. കറക്റ്റ് അല്ലേ? എങ്കിൽ 2-4 ശരിയാണ്, 1-3 തെറ്റാണ്. അങ്ങനത്തെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പോർച്ചുഗീസുകാര് പതിക്കാൻ വേണ്ടി പോവാണ്. എന്താ സാറെ പറ്റിയത്? 1661 വന്നപ്പോ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമനും പോർച്ചുഗീസ് രാജാവ് ജോൺ നാലാമന്റെ മകളായിട്ടുള്ള ബ്രാഗൻസിയിലെ കാതറും തമ്മിൽ വിവാഹം നടത്തി. ഓക്കെ, സാർ വിവാഹം നടത്തുന്നതും പോർച്ചുഗീസുകാർ പതിക്കും തമ്മിൽ എന്താ ബന്ധം? റിലാക്സ് ചെയ്യും. കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കണ്ടേ? വേണം. സാർ ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണ്. സന്തോഷം. ഓക്കെ, സ്ത്രീധനം കൊടുക്കണ്ടേ? വേണം. അങ്ങനെയെങ്കിൽ സ്ത്രീധനമായിട്ട് എന്താ കിട്ടിയത്? മുംബൈ അല്ലെങ്കിൽ ബോംബെ എന്ത് ചെയ്തു? കിട്ടി. ഓ, ഓക്കെ. കല്യാണം എവിടെ നടക്കണു? സ്ത്രീധനം കൊടുക്കുന്ന എവിടെന്നാണ്? നമ്മുടെ സ്ഥലത്ത് നിന്ന്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഒരു യുദ്ധവും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു? ബോംബെ കിട്ടി. അങ്ങനെ 1561 മെയ് 11 എന്ത് കിട്ടി? ബോംബെ അവരുടെ കയ്യിൽ വന്നു, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. അതിനുശേഷം 1743 പോർച്ചുഗീസ് തലസ്ഥാനം എന്ത് ചെയ്തു? പാനാജിയിലേക്ക് മാറ്റി. ഗോവയിൽ തന്നെ, ഗോവയിലുള്ള സ്ഥലമാണ് പാനാജി. അതിനുശേഷം 1961 വരെ അവർ ഗോവയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ കളി മാറാൻ വേണ്ടി പോവുകയാണ്. ആരൊക്കെയാണ് വരുന്നത്? ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, ഇങ്ങനെ എല്ലാ കാറും എന്ത് ചെയ്യും? വരുന്നതായിരിക്കും. അവരെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാർ പതിച്ചോ? പതിച്ചു. എങ്കിൽ ധന്യവാദ്, താങ്ക് യു. ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.